ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ദൈവിക ആലോചന ആമോസിന്റെ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 5-6 വാക്യമാണ്. അപ്പോൾ ഞാൻ യഹോവയായ കർത്താവെ മതിയാക്കണമേ, യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും, അവൻ ചെറിയവനല്ലോ എന്ന് പറഞ്ഞു. യഹോവ അതിനെക്കുറിച്ച് അനുതപിച്ചു, അത് സംഭവിക്കയില്ല എന്ന് യഹോവയായ കർത്താവ് അരുളിച്ചു. ആമോസിന്റെ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ ആമോസ് ഇസ്രായേലിന് വരാൻ പോകുന്ന പ്രവാസത്തെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു പ്രവചനം. അല്ലെങ്കിൽ ഇസ്രായേൽ ദൈവത്തെ വിട്ട് അകന്നു മാറിയപ്പോൾ നിങ്ങൾ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും, നിങ്ങളെ അശൂർ രാജാവ് വന്ന് പിടിച്ചുകൊണ്ടു പോകുമെന്ന് പറഞ്ഞ് അവരോട് ദൈവിക ന്യായവിധിയെ കുറിച്ച് ദൈവം തന്നോട് പറയുന്ന പ്രവചന വാക്കുകളാണ് ആമോസിന്റെ പ്രവചനം. ഇദ്ദേഹം ആക്ച്വലി ഒരു യഹൂദയിൽ ജനിച്ചു വളർന്ന ഒരു പ്രവാചകനും എന്നാൽ ഇസ്രായേലിനോട് പ്രവചിക്കുന്നതുമായ ഒരു പ്രവാചകനാണ്. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആമോസ് കാണുന്ന 3 ദർശനങ്ങൾ അവിടെ കാണുവാനായിട്ട് കഴിയും. ഒന്നാമത്തെ ദർശനം, പുല്ല് മുളച്ചു വരുന്നു, വിട്ടിലുകൾ വന്ന് ആ പുല്ല് അരിഞ്ഞു കളയുന്നു. രണ്ടാമത്തെ ദർശനം, ആഴി എന്ന് വെച്ചാൽ വെള്ളം, ആ വെള്ളത്തെ ഹല്ലേലൂയ സ്തോത്രം ഒരു തീയിലൂടെ ശോധന ചെയ്യപ്പെട്ട ഒരു തീ വന്ന് ആഴിയെ ഹല്ലേലൂയ സ്തോത്രം ഇല്ലാതെയാക്കി കളയുന്നു. എന്റെ അർത്ഥം, ആഹാരവും വെള്ളവും ഇസ്രായേലിൽ നിന്ന് മാറിപ്പോകുന്നു. ഇത് കണ്ട ആമോസ് ദൈവത്തോട് കരയുന്ന, ദൈവത്തോട് മധ്യസ്ഥത അണയ്ക്കുന്ന വാക്കുകളാണ് നമ്മുടെ ധ്യാന ചിന്ത. അവിടെ ആമോസ് കരയുകയാണ്, ദൈവത്തോട് പറയുകയാണ്, ദൈവമേ മതിയാക്കണമേ. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും, അവൻ ചെറിയവനല്ലോ എന്ന് പറഞ്ഞു. ദൈവമേ, ഈ അനർത്ഥം അവർക്ക് വരരുത്. ഈ അനർത്ഥം വന്നാൽ യാക്കോബ് തകർന്നു പോകും, നിവരുവാൻ കഴിയുകയും. അങ്ങനെ ആമോസ് ഇസ്രായേലിനു വേണ്ടി ഇടിവിൽ നിന്ന് കരയുമ്പോൾ ദൈവം അവന് കൊടുക്കുന്ന ഒരു ഉറപ്പാണ്, യഹോവ അതിനെ കുറിച്ച് അനുതപിച്ചു, അത് സംഭവിക്കയില്ല എന്ന് യഹോവയായ കർത്താവ് അരുളിച്ചു. ദൈവം അത് വരുത്തുകയില്ലെന്ന് ദൈവം അവന് കൊടുക്കുന്ന ഉറപ്പ്. ദൈവമക്കളെ, ആമോസ് എന്ന പ്രവാചകൻ ഇടിവിൽ നിന്നു എന്നുള്ളതാണ് ആ അനർത്ഥം അവരെ വിട്ട് മാറിപ്പോകുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവം ഇടയാക്കിയത്. അല്ലെങ്കിൽ ദൈവം അനുതപിച്ചു എന്ന പദം അവിടെ കാണുന്നു. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ മനസ്സ് ആമോസ് എന്ന പ്രവാചകന്റെ ഇടിവിൽ നിൽപ്പ് കൊണ്ട്, മധ്യസ്ഥത കൊണ്ട് മാറി എന്നതാണ് ഇന്ന് പകൽക്കാലം എന്നെ ചിന്തിപ്പിച്ച ഭാഗം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വീണ്ടും ഹല്ലേലൂയ സ്തോത്രം പുറപ്പാട് പുസ്തകത്തിലേക്ക് വന്നാൽ 32-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, മോശ സീനായി ഹല്ലേലൂയ സ്തോത്രം മലമുകളിലേക്ക് കയറി പോകുന്നു. ദൈവത്തിന്റെ കൽപ്പന ഹല്ലേലൂയ ദൈവം കൊടുക്കുമ്പോൾ ജനം താഴ്വാരത്തിൽ മോശ വരുന്നു, താമസിക്കുന്നു എന്ന് കണ്ടിട്ട് ഒരു കാളക്കുട്ടിയൊക്കെ ഉണ്ടാക്കി, ഹല്ലേലൂയ ഈ കാളക്കുട്ടിയാണ് ഞങ്ങളെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് ആർക്കുമ്പോൾ ഹോവയായി ദൈവം മോശയോട് പറയുന്നു, നീ താഴേക്ക് ഇറങ്ങിച്ചെല്ല്, ഈ ജനം എന്നെ വിട്ടു പോകുന്നു എന്ന് പറഞ്ഞ് ദൈവവും മോശയും തമ്മിലുള്ള ഒരു സംഭാഷണം അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 32-10 അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ചു, ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന് യഹോവ മോശയോട് അരുളിച്ചു. മോശയോട് പറയുകയാണ്, ഈ ജനത്തെ മുഴുവൻ ഞാൻ നശിപ്പിക്കും, എന്നാൽ നിന്നെ ഞാൻ ഒരു വലിയ ജാതിയാക്കും. അപ്പോൾ മോശ പറയുന്ന വാക്കുകൾ ആ 11 തൊട്ടുള്ള വാക്യം. എന്നാൽ മോശ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ച് പറഞ്ഞത്, യഹോവേ, നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രയീം ദേശത്ത് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നത് എന്ത്? മലകളിൽ വെച്ച് കൊന്നുകളവാനും ഭൂതലത്തിൽ നിന്ന് നശിപ്പിക്കുവാനും അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയെന്ന് മിസ്രയീമ്യരെ കൊണ്ട് പറയിപ്പിക്കുന്ന എന്തിന്? നിന്റെ ഉഗ്രകോപം വിട്ടുതിരിഞ്ഞ് ഈ ജനത്തിന് വരുത്തുവാനുള്ള
വരുവാനുള്ള ഈ അനർത്ഥത്തെ കുറിച്ച് അനുതപിക്കണം. Praise the Lord. Hallelujah. അങ്ങനെ മോശ ദൈവത്തിന് മുമ്പിൽ ഇടിവിൽ നിന്ന് കരയുകയാണ്. ആ കരച്ചിലിന് കിട്ടിയ മറുപടി 14-ാമത്തെ വാക്യം. അപ്പോൾ യഹോവ തന്റെ ജനത്തിന് വരുത്തുമെന്ന് കൽപ്പിച്ച അനർത്ഥത്തെ കുറിച്ച് അനുദപിച്ചു. അപ്പൊ നോക്കണം, യഹോവയായ ദൈവം മോശയോട് പറയുകയാണ്, ഇവർ ദുശാഠ്യമുള്ള ജനമാണ്, ഇവർ എന്നെ വിട്ടു മാറി, ഇവർ കാളക്കുട്ടി ആരാധിക്കുന്നു, അതുകൊണ്ട് നിന്നെ ഒരു വലിയ ജാതിയാക്കും, ഈ ജനത്തെ ഞാൻ നശിപ്പിക്കും. എന്നാൽ മോശ തന്നെ ഒരു വലിയ ജാതിയാക്കണമേ എന്നല്ല പറയുന്നത്, ഈ ജനത്തെ നശിപ്പിക്കരുത്. ദൈവം ഇടിവിൽ, ഹല്ലേലൂയ സ്തോത്രം, മോശ ഇടിവിൽ നിൽക്കുകയാണ്. മോശയുടെ ഇടിവിൽ നിൽപ്പാണ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ ജനത്തിന് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം അവർക്ക് വരാതെ പോയി എന്ന് കാണുവാനിടയായിത്തീരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എസ്കേൽ പ്രവചനത്തിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെ കാണുവാനായിട്ട് കഴിയുന്നു. എസ്കേൽ പ്രവചനത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത്, ഹല്ലേലൂയ സ്തോത്രം, ആ ജനത്തെ വാളുകൊണ്ട് നശിപ്പിക്കുന്നത്, അവരെ തകർത്തു കളഞ്ഞത് അവരുടെ പാപനിമിത്തമാണ്. എന്നിട്ട് അവിടെ താഴോട്ട് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, എന്നാൽ ഇടിവിൽ നിൽക്കുവാൻ ഞാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു, കണ്ടില്ല. ഒരു പുരുഷൻ ഇടിവിൽ നിൽക്കാതിരുന്നതാണ് അവിടെ അനർത്ഥത്തിന് കാരണമായി തീർന്നത്. അല്ലെങ്കിൽ അവരുടെ പിടിച്ചുപോക്കൽ, അവരെ പിടിച്ചുകൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അവർ പ്രവാസത്തിലേക്ക് പോകാൻ കാരണമായി തീർന്നത് മധ്യസ്ഥതയ്ക്കായി ഒരാൾ ഇല്ലാതെ പോയി എന്നുള്ളതാണ് എന്നത് നമ്മളിവിടെ കാണുവാനിടയായി. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 13-ാം അധ്യായം 29-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു ഗോതമ്പ് വിതച്ചിട്ട് പോയി കള അതിനകത്ത് വളർന്നു വന്നു. അങ്ങനെ കള വളർന്നു വന്നത് കണ്ടിട്ട് ദാസന്മാർ ചെന്നിട്ട് യജമാനോട് പറയുന്ന ഒരു ഭാഗമാണ്, യജമാനെ കള ഹല്ലേലൂയ എങ്ങനെ വന്നു, ഗോതമ്പല്ലേ വിതച്ചത് എന്ന് ചോദിക്കുമ്പോൾ ശത്രു അത് കള വിതച്ചതാണ് എന്ന് ദൈവം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. യജമാനൻ പറയുന്നു. അപ്പോൾ യജമാനൻ അങ്ങനെ പറയുമ്പോൾ തിരിച്ച് ഈ ദാസന്മാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, കള ഞങ്ങൾ പറിച്ചു കളയട്ടെ? പക്ഷേ യജമാനൻ പറയുകയാണ്, പറിച്ചു കളയണ്ട, കൊയ്ത്തോളം വളരട്ടെ. അതിനൊരു കാരണവും യജമാനൻ പറയുന്നുണ്ട്. കള പറിച്ചാൽ ഗോതമ്പും നഷ്ടപ്പെട്ടു. എനിക്ക് ആ ഭാഗത്ത് നിന്നൊരു ചിന്ത ഇന്ന് പകൽക്കാലം ഈ വചനഭാഗത്തോട് ചേർത്ത് പറഞ്ഞപ്പോൾ എന്നിൽ പ്രകാശിച്ച ഒരു ഭാഗം ഇങ്ങനെയാണ്. ദൈവമക്കളെ, ഹല്ലേലൂയ, ഉപമകൾ വ്യാഖ്യാനിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് പൂർണ്ണമായി ഹല്ലേലൂയ അത് പറയുവാനല്ല, പകരം അതിനകത്തൊരു സന്ദേശമുണ്ട്, അത് മാത്രത്തിനു വേണ്ടിയാണ് എന്നത് ഉപമ വ്യാഖ്യാനത്തെ പഠിക്കുമ്പോൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവിടെ ഈ കള നാച്ചുറലി നമ്മൾ സ്വാഭാവികമായി നോക്കിയാൽ ഒരിക്കലും ഗോതമ്പാകത്തില്ല. പക്ഷേ ഗോതമ്പിന്റെ ഗുണം കൊണ്ടാ കള നാശപ്പെടാതെ പോകും. അല്ലെങ്കിൽ കള എന്നേ നശിക്കേണ്ടത്. ഗോതമ്പ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് കള കൊയ്ത്തു വരെ നിന്നത്. ഒരു മധ്യസ്ഥതയുടെ ഒരു ചിന്ത ഇവിടെ കിടക്കുന്നു എന്നത് എനിക്കൊരു കിട്ടിയ പ്രകാശനം. ഗോതമ്പിന്റെ മധ്യസ്ഥത കള നശിക്കാതെ കിടക്കുന്നു എന്നുള്ളൊരു ചിന്ത. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ മുന്നോട്ട് പോയാൽ വിശ്വാസിയെ പറ്റി പറയുന്ന ഒത്തിരി വാക്കുകളുണ്ട്, ഒത്തിരി ഉപമാനങ്ങളുണ്ട്. അതിൽ ഉപ്പെന്നും വെളിച്ചമെന്നും പറയുന്ന ഭാഗമുണ്ട്. ഉപ്പ് ഒരു പ്രിസർവിംഗ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ സൂക്ഷിക്കുന്നത്. ഈ ലോകത്തെ മുഴുവൻ ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നത് ചില മധ്യസ്ഥത കൊണ്ട്, അല്ലെങ്കിൽ ഒരു വിശ്വാസി ഗണത്തിന്റെ പ്രിസർവിംഗ് കപ്പാസിറ്റിയാണ് ഈ ലോകം ഇന്നും നശിക്കാതെ പോകുന്നത്, ഇന്നും തകരാതെ നിൽക്കുന്നത്. ഹല്ലേലൂയ. മധ്യസ്ഥത അണയ്ക്കുന്ന ചിലർ ഉണ്ട് എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ചിന്ത വിരാമം കുറിക്കുവാൻ സമയം എന്നെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മുൻപോട്ട് പോകാൻ അനുവാദിക്കാത്തത് കൊണ്ട് ഞാൻ ഒരു പദം കൂടെ പറഞ്ഞ് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയുടെ ഏതാണ്ട് 5 തലങ്ങളോളമുണ്ട്. 1 പരീശന്റെ പ്രാർത്ഥന, 2 ചുങ്കക്കാരന്റെ പ്രാർത്ഥന, 3 വ്യക്തിപരമായ അല്ലെങ്കിൽ ബന്ധത്തിന്റെ പ്രാർത്ഥന, പ്രൈസ് ദി ലോർഡ്, 4 മധ്യസ്ഥ പ്രാർത്ഥന, 5 പോരാട്ട പ്രാർത്ഥന.
പരീശന്റെ പ്രാർത്ഥന എന്നുള്ളത് നമുക്കറിയാം, താൻ തന്നോട് തന്നെ പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ, ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതിനൊക്കെ യോഗ്യനാണ് എന്ന് പറയുന്ന സ്വയപ്പുകഴ്ചയുടെ പ്രാർത്ഥന. ചുങ്കക്കാരന്റെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ കഴിയാതെ താഴേക്ക് നോക്കി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു അനുതാപ പ്രാർത്ഥന. എന്നാൽ വ്യക്തിപരമായ ബന്ധം, യേശുവിനെ ഹല്ലേലൂയ സ്തോത്രം, പിതാവിനെ ഹല്ലേലൂയ എന്റെ പിതാവ് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, അല്ലെ യേശുവിലൂടെ ഹല്ലേലൂയ ഒരു ബന്ധം പിതാവിനോട് ചേർന്നിട്ട് മക്കളുടെ അവകാശത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. മറ്റൊന്നാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്നുള്ളത്. നമ്മൾ അതാണല്ലോ ചിന്തിച്ചു വരുന്നത്. പോരാട്ട പ്രാർത്ഥന മറ്റൊരു തലമാണ്. ഹല്ലേലൂയ സ്തോത്രം. പോരാടി പ്രാർത്ഥിക്കുക. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഹല്ലേലൂയ, ഒരു പ്രാർത്ഥനയുടെ തലത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. പരീശന്റെ പ്രാർത്ഥന സ്വയപ്പുകഴ്ച പ്രാർത്ഥനയാണ്, അതല്ല അനുതാപ പ്രാർത്ഥന. ഹല്ലേലൂയ, ചുങ്കക്കാരന്റെ പ്രാർത്ഥനയാണ്. അതൊക്കെ ആവശ്യമാണ്. എന്നാൽ വ്യക്തിപര ബന്ധത്തിലേക്കുള്ള പ്രാർത്ഥനയിലേക്ക് ഒരു മനുഷ്യൻ കയറി കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥനയുടെ തലം മാറും. പിന്നെ അവൻ മധ്യസ്ഥത പ്രാർത്ഥനയിലേക്ക് വരും. അതിനുശേഷം പ്രൈസ് ദി ലോർഡ് പോരാട്ട പ്രാർത്ഥനയിലേക്ക് കയറും. പ്രാർത്ഥനയുടെ പടികളാണ് ഞാൻ ഈ പകൽക്കാലം ഒന്ന് പറഞ്ഞത്. ഇതിനകത്ത് മധ്യസ്ഥ പ്രാർത്ഥന എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പോയപ്പോൾ യഹൂദയിലുള്ള ഒരു പ്രവാചകനെ ഇസ്രായേലിൽ കൊണ്ടുവന്ന് നിർത്തി അവരുടെ അനുതാപത്തിന് വേണ്ടി ഹല്ലേലൂയ ആഗ്രഹിച്ചു പറയുമ്പോൾ ഇസ്രായേൽ അനുതപിക്കുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. 2 പ്രാവശ്യവും ആമോസ് ദൈവത്തിന് മുമ്പിൽ അനുതപിച്ച് അവർക്ക് വേണ്ടി കരഞ്ഞു എന്നത് സത്യമാണ്. പക്ഷേ ആ കരച്ചില് കൊണ്ട് ദൈവം മനസ്സു മാറി ശാപം ഹല്ലേലൂയ അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ 2 അനർത്ഥം മാറ്റിക്കളഞ്ഞു. എന്നാൽ 3-ാമത്തെ ഒരു അനർത്ഥം മാറ്റുന്നില്ല. കാരണം 3-ാമത്തെ അനർത്ഥം പ്രവചിക്കുമ്പോൾ ഇസ്രായേലിലെ പ്രവാചകനായ ഹല്ലേലൂയ പുരോഹിതനായ അമസ്യാവ് അവനെ നിന്ദിച്ചു പറയുന്ന വാക്കുകളുണ്ട്. ഹല്ലേലൂയ, നീ ഇവിടെ വന്ന് പ്രവചിക്കേണ്ട എന്ന് പറഞ്ഞ് യഥാർത്ഥമായി പ്രവചിച്ച പ്രവാചകനെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നു. മധ്യസ്ഥത അണച്ച പ്രവാചകനെ അപമാനിച്ചു വിടുകയും. അതുകൊണ്ട് ആ വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാ, ആ സ്തോത്ര അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാ: ഇസ്രായേൽ സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി. പ്രൈസ് ദി ലോർഡ്. മധ്യസ്ഥത അണയ്ക്കുവാൻ ഒരാളുണ്ടെങ്കിൽ ദൈവം തന്റെ മനസ്സു മാറ്റി വിടുതലയക്കും. എന്നാൽ അനർത്ഥത്തെക്കുറിച്ച് ദൂത് കേട്ടിട്ട്, അനർത്ഥത്തെക്കുറിച്ച് ഹല്ലേലൂയ ദൈവം മുൻകൂട്ടി പറയുമ്പോൾ അനുതപിക്കുവാൻ ആ സമൂഹം, ആ വ്യക്തി തയ്യാറാകുന്നില്ല എങ്കിൽ ദൈവത്തിന് പറയാൻ ഒരു വാക്ക് ഇത്രയേ ഉള്ളൂ: പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അനുതപിച്ചാലും വീണ്ടും ഹല്ലേലൂയ സ്തോത്രം അത് വരാതെ പോകയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മൾ വായിച്ച ഭാഗങ്ങൾ 2-3 ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് തന്നല്ലോ. ഹല്ലേലൂയ. മോശ ഇടിവിൽ നിന്നപ്പോൾ യഹോവ പൂർണ്ണമായി വരെ നശിപ്പിക്കാതെ യഹോവ അനുതപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഹല്ലേലൂയ ആമോസ് ഇടിവിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ ആമോസിനോട് ദൈവം പറയുകയാ, ഞാൻ ഈ പറഞ്ഞ അനർത്ഥോർക്ക് വരുത്തുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗോതമ്പ് ഹല്ലേലൂയ നിൽക്കുന്നു എന്നുള്ളത് തളയുടെ നാശത്തിന് കാരണമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ ചേർത്തു പറഞ്ഞാൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആലോചന ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളിലേക്ക് കയറട്ടെ. ഹല്ലേലൂയ. അനുതപിക്കുവാൻ, മധ്യസ്ഥത അണയ്ക്കുവാൻ ഒരുവൻ തയ്യാറാണെങ്കിൽ അനർത്ഥങ്ങൾ പ്രവചിക്കപ്പെട്ടാലും ദൈവം അത് മാറ്റി നന്മകളും അനുഗ്രഹങ്ങളും കൊടുക്കുവാൻ ദൈവം ശക്തൻ. ഹല്ലേലൂയ. ഒരു കുടുംബത്തിൽ മധ്യസ്ഥത അണയ്ക്കുവാൻ ഒരുവനുണ്ടെങ്കിൽ, ഒരു കുടുംബത്തിൽ മധ്യസ്ഥത പറയുവാൻ ഒരുവനുണ്ടെങ്കിൽ കുടുംബത്തിന്റെ രക്ഷയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ദേശത്ത് മധ്യസ്ഥ പറയുവാൻ ഒരുവനുണ്ടെങ്കിൽ ആ ദേശത്തിന്റെ രക്ഷയാണ്. യെഹെസ്കേലിനോട് ദൈവം പറയുന്നത്, ഞാൻ നോക്കി ഒരുവൻ മധ്യസ്ഥത അണയ്ക്കുവാൻ ഉണ്ടോ എന്ന്. ഇല്ലാതെ പോയി എന്നതാണ് ഈ അനർത്ഥവർക്ക് വരാൻ കാരണം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയുവാൻ ഒരു വാക്കിത:
പ്രൈസ് ദി ലോർഡ്. നാം ഒരു മധ്യസ്ഥന ഹല്ലേലൂയ മധ്യസ്ഥത അണയ്ക്കുവാൻ തയ്യാറുള്ള ഒരു വ്യക്തിയായി എഴുന്നേൽക്കാം. കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ ഏക മധ്യസ്ഥനായി പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് പകൽക്കാലം നമ്മുടെ ധൈര്യം. നമ്മൾ തകരാതെ നശിക്കാതെ പിതാവിന്റെ മുമ്പിൽ നമ്മൾ നീതിമാന്മാരായി തീർന്നത് ഹല്ലേലൂയ കർത്താവിന്റെ മധ്യസ്ഥതയാണ്. ഈ ഭൂമിയിൽ ഹല്ലേലൂയ കർത്താവിന്റെ മക്കളായ നമുക്ക് മധ്യസ്ഥരായി നിൽക്കാം, മധ്യസ്ഥത അണയ്ക്കാം. ഹല്ലേലൂയ അനേകരെ കർത്താവിന് വേണ്ടി മധ്യസ്ഥത കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം നേടിയെടുത്ത് ഹല്ലേലൂയ അനേക കുടുംബങ്ങളിൽ നിന്ന്, ദേശങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് അനർത്ഥങ്ങൾ ഹല്ലേലൂയ മാറ്റുന്നവരായി കർത്താവ് നമ്മളെ ഈ വചനങ്ങൾ കേൾക്കുന്നത് നമുക്ക് ഹല്ലേലൂയ ഇടയാക്കട്ടെ എന്ന് പറയുന്നത് ഞാനിവിടെ നിർത്തുന്നു. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, ദേശത്തിനു വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാൻ ഞങ്ങൾക്ക് നിന്റെ കൃപയ്ക്കായി സ്തോത്രം. അപ്പാ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണച്ച് പിതാവിന്റെ വലത്തു ഭാഗത്തുണ്ട്. എത്ര മഹത്തരമാണ്. അങ്ങ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാർക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചു. ആമോസ് ഇസ്രായേൽ ജനത്തിനു വേണ്ടി മധ്യസ്ഥത അണച്ചു. മൂശ ഹല്ലേലൂയ സ്തോത്രം മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ഇസ്രായേൽ പാപം ചെയ്തപ്പോൾ അവർക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചു. അതുകൊണ്ട് അവർ പൂർണ്ണമായി നശിക്കാതെ ദൈവിക ന്യായവിധിയിൽ നിന്ന് ദൈവം അവരെ ഹല്ലേലൂയ വിടുവിച്ചു എന്ന് ഞങ്ങൾ വായിക്കുന്നു. കർത്താവേ, അനേകർക്ക് മധ്യസ്ഥത അണയ്ക്കുവാൻ, അനേകർക്ക് വേണ്ടി ഇടവിൽ നിൽക്കുവാൻ ഒരുക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ കാണിക്കുന്ന ദർശനം അത് കർത്താവേ ന്യായവിധിയുടെ ദർശനങ്ങൾ കുടുംബങ്ങളിൽ ഫലിക്കാതിരിക്കുവാൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഒരുക്കണം. അതിനായി ഞങ്ങളെ സഹായിക്കണം. മഹത്വം അങ്ങേക്ക് ഞങ്ങൾക്ക് ആഴ്ച സുവേശ്വര തന്നെയുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രവിക്കണേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനത്തിന് തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.